MLA സ്ഥാനത്തിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നതിനിടെയാണ് KM മാണിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്നതടക്കമുള്ള റെക്കോർഡുകളും സ്വന്തമാക്കിയ ശേഷമാണ് KM മാണിയുടെ പടിയിറക്കം. നിയമസഭാ പ്രവേശനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ മുഖ്യമന്ത്രി പദമെന്ന സ്വപ്നത്തിലേക്കായിരുന്നു KM മാണിയുടെ യാത്ര. എന്നാൽ വളരുകയും പിളരുകയുമെല്ലാം ചെയ്ത ആ രാഷ്ട്രീയ നയതന്ത്രജ്ഞത ഒടുവിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി കസേര എന്ന സ്വപ്നത്തിൽ നിന്നും ഉണർന്ന കരിങ്കോഴയ്ക്കൽ മാണി എന്ന KM മാണി ചെന്ന് പതിച്ചത് ബാർക്കോഴയെന്ന വാരിക്കുഴിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനാകാതെ ഹൈക്കോടതിയുടെ രൂക്ഷ പരാമർശങ്ങളിൽപ്പെട്ട് രാജിവെച്ച് KM മാണി മന്ത്രിപദമൊഴിയുന്നു. 79-ലും കപ്പിനും ചുണ്ടിനുമിടയിൽ മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ടിരുന്നെങ്കിലും അന്ന് ഇത്രയേറെ പ്രതിസന്ധി KM മാണിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. അരനൂറ്റാണ്ടിലേറെ കാലം കേരള കോൺഗ്രസിലൂടെ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച അതികായൻ ഒടുവിൽ ദുരന്ത കഥാപാത്രമായി മാറുന്നു. പാർട്ടിയിൽ പിളർപ്പുകൾ ഒരുപാടുണ്ടായപ്പോഴും കൂസാതെ നിന്ന മാണിക്ക് 5 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലൊരു തിരിച്ചടി നേരിടേണ്ടി വന്നില്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് സ്ഥാപിച്ചാണ് KM മാണി സെക്രട്ടേറിയറ്റിന്റെ പടിയിറങ്ങുന്നത്. 1965 മുതൽ നിയമസഭയിലേക്ക് ജയിച്ചു കയറുന്ന മാണിക്ക് ഇതുവരെ പരാജയം രുചിക്കേണ്ടിയും വന്നില്ല. മരങ്ങാട്ടുപള്ളിയിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന മാണി കേരള കോൺഗ്രസ് രൂപീകരിച്ചതോടെ ഒപ്പം കൂടുകയായിരുന്നു. 75-ൽ ധനമന്ത്രിയായി തുടങ്ങിയതാണ് അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ പ്രയോക്താവിന്റെ മന്ത്രിപദത്തിലെ തേരോട്ടം. ഇടത് വലത് സർക്കാരുകളിലായി ആഭ്യന്തരം, ധനം, റവന്യൂ, നിയമം തുടങ്ങിയ വകുപ്പുകൾ ഭരിച്ച KM മാണിക്ക് മന്ത്രിപദത്തിൽ കടുത്ത പരീക്ഷണം നേരിടേണ്ടി വന്നത് ഇതാദ്യം. ഭിന്നിച്ചുപോയ PJ ജോസഫിനെയും PC ജോർജിനെയും കൂടെ കൂട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നേരിട്ട മാണിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചത്ര നേട്ടമുണ്ടാക്കാനായില്ല. ഇതിനിടയിൽ PC ജോർജ് വേർപിരിയുകയും ചെയ്തു. ഒടുവിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പെരുന്തച്ചൻ അധികാരം വിട്ടൊഴിയുന്നു. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും ഇനി മാണിക്ക് എന്താണ് സ്ഥാനം? കാലം തീരുമാനിക്കട്ടെ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.